പച്ചമുളക് അല്ല വെളുത്തുള്ളി ഇട്ടു. അതിന് എടുക്കാൻ രസമാണ്, പക്ഷെ എന്താണെന്ന് വിചാരിച്ചു വാട്ടണം. ഗ്രീൻ പീസ് കറി ഉണ്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണേ. കുറച്ച് ഭാഗമാണ് മക്കളും അതിലുണ്ടാക്കി. അതിൽ പച്ചമുളകായിരിക്കും ഇടാം. അതെ പച്ചമുളകാണ് ഇടാം. ഇത്ര പച്ചമുളക് ഇട്ടു. ഇനി ആ പ്ലേറ്റ് കൊണ്ട് മാറ്റിയിരിക്കുക. തിളക്ക് കൊടുക്കുക. ഇത്തിരി എരിവ് കിട്ടുന്നു. ഇത് അടുത്തതായിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഈ മസാലയാണ്. ഇതിൽ മല്ലിപ്പൊടി, മുളക്, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല. സബോള നല്ലോണം മൂത്ത് വരണം. അതിൻ്റെ ഒപ്പം ചെറിയ ചെറിയ പൊട്ടിത്തെറികളുണ്ടാവും. സൂക്ഷിക്കണം. ചെറിയൊരു ബബിൾസ് മതി. മുഖം അതിലടുപ്പിക്കരുത്. പിടിക്കടി കിട്ടുന്നുണ്ടോ? ഇല്ല, ഇത് കടകിട്ടില്ല. വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ ഇനി സിമ്മിലിട്ടു. ഇത് നമ്മളൊന്ന് നന്നായിട്ട് മാറ്റി പരട്ടി കൊടുക്കും. ഞങ്ങളുടെ ഇളക്കി കുറച്ച് വാട്ടല് വേണം. ബ്രൗൺ കളർ നല്ല മണക്കടിക്കുന്നുണ്ട്. നല്ല മണമുണ്ട്. പിന്നെ ആ മസാല കൂടി ഇടുമ്പോൾ പച്ചമുളകിന്റെ മണടിയുണ്ട്. എന്ന് വെച്ചാൽ പച്ചമുളക് തിന്നുന്നായിരിക്കും. അല്ല, പച്ചമുളക് വറുത്തുണ്ടാവും. എനിക്ക് പച്ചമുളക് ഇങ്ങനെ മറ്റേ റെഡ് പച്ചമുളക്. അപ്പോൾ ഇപ്പോൾ ചിലപ്പോ ഇതെടുക്കുന്ന തോന്നുന്നു. ഇപ്പോൾ ഓണിലേക്ക് ഇട്ടു. സിമ്മിൽ നിന്ന് മാറ്റി ഓണിലേക്കാക്കി. പിന്നെയാണ് ഓഫ്. ഉള്ളിലേക്കാക്കി. ഫുള്ളിലേക്കാക്കി നമ്മളിങ്ങനെ ഇത്ര തീയാക്കി. ഇപ്പോൾ ചിലപ്പോ നല്ല മണ്ണുണ്ടാവും. കൊറേ ബബിൾസ് വരുന്നുണ്ട്. അച്ഛനാട്ടെ മസാലപ്പൊടി. ഇത് അച്ഛൻ്റെ കറിയാ. അച്ഛൻ ഉണ്ടാക്കട്ടെ. അച്ഛൻ കണ്ടോ പച്ചമുളക്. ഞാൻ മസാല ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ പിന്നെ സിമ്മിലിട്ടു. അപ്പോൾ തന്നെ മസാലകൾ നമ്മൾ ഇടാൻ പോവാം. അതിനുശേഷം ഇളക്കി കൊടുക്കുക. അപ്പം ഈ ഒരു കളറായിട്ട് വരും. മസാലൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഒരു മണം വരും. അപ്പുറത്തിട്ട് ശേഷം വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. നന്നായി വാട്ടിയിട്ടുണ്ട്. മസാല ഇട്ടിട്ടുണ്ടല്ലോ. അതിലത്തെ വെള്ളം ഒഴിക്കണോ? വെള്ളം വേണ്ട. വെള്ളം ഒഴിക്കണം. വെള്ളം കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്തൊക്കെ ഞങ്ങളിങ്ങനെ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതങ്ങനെ വെച്ചു നല്ല രസം. ഇപ്പൊ നല്ല മണം വരും. അച്ഛൻ ഇപ്പൊ സിമ്മിലിട്ടിട്ടു.
അപ്പൊ അത് എല്ലാം ഇത് കഴിഞ്ഞു. ഒരു മാഗിയുടെ സ്മെല്ല് ഇട്ടിട്ട് കഴിഞ്ഞു. ഇനി അത് ഇട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുത്തു. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി. ഗ്രീൻ പീസ് കറി അങ്ങനെ റെഡി. തിളച്ച് സെറ്റ് ആവണം. അതന്നെ തിളച്ച് സെറ്റാവണം. അത് തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ടിക്കുക. ടേസ്റ്റ് നോക്കുക. ഉപ്പുണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? ആഹാ മഹാ തല്ലിപ്പൊളി കറി. അതിൽ ഉപ്പുണ്ടായിട്ടില്ല. തല്ലിപ്പൊളി കറി. ഉപ്പിട്ടില്ല ഗൈസ്. കറി ഉപ്പിട്ടുണ്ടോ? ഉപ്പ് വേണ്ട. ഉപ്പ് നമുക്ക് മധുരയോ? ടേസ്റ്റ് ചെയ്തിട്ട് മധുരമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പിടുക. കൊറേ ഉപ്പിടണ്ട, ഛർദിച്ചു പോകും. അതന്നെ ഇത്ര എടുത്തെടുത്താൽ മതി. ഇനി ഇത് ഫുള്ളിലിട്ടു. തീ ഫുള്ളിലിട്ടു. എന്നിട്ട് ഉള്ളിലിട്ട് നമ്മൾ വെള്ളം ഇതിനെ കുറച്ച് വറ്റിക്കും. പറ്റും. എന്നിട്ട് ഉള്ളി മാത്രമായിട്ട് കാണും. വെള്ളം പറ്റും. ആ വെള്ളം എന്താ മുകളിൽ ചെയ്യണം? ചെറുതായിട്ട് സൈഡിലേക്ക് ആയിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് തിളയ്ക്കണം. ഇതിന്റെ മസാലകൾ കേട്ടിട്ട് കുറെ പൂച്ചകളൊക്കെ വന്നിട്ടുണ്ട്. പൂച്ചകളുണ്ട്. നാല് പൂച്ചയുണ്ട്. അല്ല ഒരെണ്ണം പൂച്ച. അല്ല ഇത് തള്ളപ്പൂച്ച. ഇതാണ് പൂച്ച. അപ്പൊ ഇനി അച്ഛൻ എന്താ ചെയ്യുന്നത്? ഇപ്പൊ തന്നെ നമ്മൾ കുക്കറൊക്കെ കഴുകി വൃത്തിയാക്കി കറി കുക്കറിലേക്കാണ് നമ്മൾ പകർത്തി വെക്കുന്നത്. അടച്ചു വെക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബാക്ക് ഗൈസ്. ഇനി അത് എടുത്ത് കളഞ്ഞു. അത് അതെടുക്കട്ടെ. ഇത് തിളച്ചുടങ്ങിയുണ്ട്. ചെറുതായിട്ട് തിളച്ചുടങ്ങിയുണ്ട്. എണ്ണൊക്കെ മുകളിലേക്ക് കറങ്ങി. ഇനി അത് എണ്ണ ചെറുതായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇറക്കി. ചെറുതായിട്ട് പറ്റിയതിന് ശേഷം നമ്മൾ പകർത്തി വെച്ചിട്ട് നമുക്കിനി കാണാം പോലെ ഇത്ര വേണം വെള്ളം. തന്നെ പകർത്താൻ പോകുന്നു. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ബെല്ലൈക്കൺ കൂടി അമർത്തുക, ലൈക്ക് ചെയ്തോട്ടോ മറക്കരുതേ. അപ്പോൾ ബൈ.